2013 ആ ഭീകരമായ പ്രളയരാത്രി ഓർത്തുനോക്കൂ. മലമുകളിൽ നിന്ന് അതിശക്തമായി കുതിച്ചെത്തിയ ചെളിയും കല്ലും നിറഞ്ഞ പ്രളയജലം കേദാർനാഥ് താഴ്വരയെ മുഴുവൻ വിഴുങ്ങാൻ തുടങ്ങുകയായിരുന്നു. വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലും വെറും പേപ്പർ കഷണങ്ങൾ പോലെ തകർന്നടിഞ്ഞുപോയ ആ നിമിഷത്തിൽ സർവനാശം വിതച്ചുകൊണ്ടുവന്ന ജലപ്രവാഹം ആ പുരാതന ശിലാക്ഷേത്രത്തിന് നേരെ ഇരച്ചുകയറി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ചു ഇനിയൊരു അതിജീവനം അസാധ്യമാണെന്ന്, ആ പുരാതന നിർമ്മിതി ഇല്ലാതാകുമെന്ന്. എന്നാൽ കൃത്യം ആ നിമിഷത്തിൽ ഒരത്ഭുതം പോലെ മലമുകളിൽ നിന്നൊരു കൂറ്റൻ ശില ഒഴുകി വന്ന് ക്ഷേത്രത്തിന് തൊട്ടുപിന്നിൽ കൃത്യമായ സ്ഥാനത്ത് വന്നുറച്ചു നിന്നു. ആ കല്ലിൽ തട്ടി പ്രളയജലം രണ്ടു വശങ്ങളിലേക്കായി പിരിഞ്ഞൊഴുകി. ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ആ ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നു. ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തിയ ആ കൂറ്റൻ ശില കൃത്യം ആ സ്ഥാനത്ത് എങ്ങനെ വന്നു നിന്നു? അത് വെറുമൊരു ഭൗമശാസ്ത്ര പ്രതിഭാസമായിരുന്നു, അതോ തന്റെ പുണ്യഭൂമിയെ കാത്തുരക്ഷിക്കാൻ ഭഗവാൻ ശിവൻ തന്നെ നേരിട്ട് കാട്ടിയ ഒരു അത്ഭുതമായിരുന്നു? ശാസ്ത്രത്തെയും മനുഷ്യബുദ്ധിയെയും ഒരുപോലെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തലയുയർത്തി നിൽക്കുന്ന കേദാർനാഥ് ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എക്ലിപ്സ് സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേദാർനാഥ് ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ ഭഗവാൻ ശിവന്റെ ഭക്തനാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ആ അത്ഭുത കഥയിലേക്ക് കടക്കാം. ഭാരതത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ചരിത്രത്തിൽ ഹിമാലയൻ മലനിരകൾക്കുള്ള സ്ഥാനം അത്യന്തം വിശിഷ്ടവും വർണ്ണനാതീതവുമാണ്. ശാന്തതയും നിഗൂഢതയും ഒരുപോലെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ മഞ്ഞുമലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് എന്ന പുണ്യഭൂമിയുടെ കഥ ആരംഭിക്കുന്നത് ഇന്നേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതഭൂമിയെ നടുക്കിയ ഇതിഹാസ തുല്യമായ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനറ്റ വീര്യവും രക്തച്ചൊരിച്ചിലുകളും അവശേഷിപ്പിച്ചുകൊണ്ട് ആ മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഭാരതം വലിയൊരു നിശബ്ദതയിലേക്കും ശൂന്യതയിലേക്കും വഴിമാറിയിരുന്നു. സ്വന്തം സഹോദരന്മാരെയും പ്രിയപ്പെട്ട ബന്ധുക്കളെയും ആദരണീയരായ ഗുരുക്കന്മാരെയും ഉറ്റ സുഹൃത്തുക്കളെയും യുദ്ധഭൂമിയിൽ കൊന്നൊടുക്കേണ്ടി വന്ന പാണ്ഡവർക്ക് ഈ വലിയ വിജയത്തിന് ശേഷവും ഹസ്തിനപുരിയുടെ സിംഹാസനത്തിലിരുന്ന് മനസമാധാനത്തോടെ ഭരണം നടത്താൻ സാധിച്ചില്ല. രാജ്യഭരണവും സകല സമ്പത്തും സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും അവരുടെ മനസ്സുകളിൽ യാതൊരുവിധ ശാന്തിയോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിൽ ചെയ്ത വലിയ പാപങ്ങൾ, പ്രത്യേകിച്ച് സ്വന്തം കുലത്തിലുള്ളവരെ കൊന്നൊടുക്കിയതിന്റെ ദോഷങ്ങൾ അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളും ശാന്തിയില്ലാത്ത പകലുകളുമായി പാണ്ഡവർ തങ്ങളുടെ കൊട്ടാരത്തിൽ കടുത്ത മാനസിക വേദന അനുഭവിക്കുകയായിരുന്നു. ഈ മാനസിക സംഘർഷങ്ങളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും എന്നേക്കുമായി മോചനം നേടാൻ പാണ്ഡവർ തങ്ങളുടെ ആത്മീയ വഴികാട്ടിയും മുനിയുമായ വ്യാസമുനിയെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. തങ്ങൾ ചെയ്ത മഹാപാപങ്ങളുടെ ഭാരം താങ്ങാൻ വയ്യാതെയായിരിക്കുന്നുവെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം പറഞ്ഞു തരണമെന്നും അവർ വ്യാസമുനിയോട് അതീവ വിനയത്തോടെ അപേക്ഷിച്ചു. അവരുടെ ഹൃദയം തകർന്നുള്ള സങ്കടം മനസ്സിലാക്കിയ വ്യാസമുനി ഭാരതത്തിലെ ഏറ്റവും വലിയ തപസ്വിയും പരമകാരുണ്യനുമായ ഭഗവാൻ ശിവനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുക മാത്രമാണ് ഈ മഹാപാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാനുള്ള ഏക പോംവഴിയെന്ന് ഉപദേശിച്ചു. ഈ പാപഭാരത്തിൽ നിന്ന് രക്ഷ നേടാൻ ഭഗവാൻ ശിവനു മാത്രമേ കഴിയൂവെന്ന് തിരിച്ചറിഞ്ഞ പാണ്ഡവരും ദ്രൗപദിയും മഹാദേവനെ തേടിയുള്ള കഠിനമായ യാത്രയ്ക്കായി ഒട്ടും വൈകാതെ പുറപ്പെട്ടു. തങ്ങളുടെ സമ്പൽ സമൃദ്ധമായ രാജ്യവും ആഡംബരപൂർണമായ രാജകീയ ജീവിതവും ഉപേക്ഷിച്ച് ലളിതമായ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് പാണ്ഡവർ കാൽനടയായി തങ്ങളുടെ ആത്മീയ യാത്ര ആരംഭിക്കുകയാണ്. അവർ ആദ്യം എത്തിച്ചേർന്നത് ഭഗവാൻ ശിവന്റെ പ്രധാന ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന പവിത്രവും പുരാതനവുമായ കാശി നഗരത്തിലാണ്. അവിടെ എത്തിയാൽ തീർച്ചയായും ഭഗവാൻ ശിവനെ കാണാൻ സാധിക്കുമെന്നും തങ്ങളുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിനു മുൻപിൽ സമർപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്യാമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ കാശിയിലെ വിശാലമായ ഗംഗാതീരങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിലും അവിടുത്തെ കഠിനമായ കാട്ടുപാതകളിലുമൊക്കെ തിരഞ്ഞിട്ടും അവർക്ക് ഭഗവാൻ ശിവന്റെ യാതൊരുവിധ സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലക്ഷ്യം കാണാതെ പോയ ഈ യാത്ര പാണ്ഡവരുടെ മനസ്സിലെ ഉത്കണ്ഠയും സങ്കടവും ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും തങ്ങളുടെ ദൃഢനിശ്ചയത്തിൽ നിന്നും ഈ ആത്മീയ യാത്രയിൽ നിന്നും പിന്മാറാൻ അവർ ഒട്ടും കൂട്ടാക്കിയില്ല. യഥാർത്ഥത്തിൽ പാണ്ഡവർ ചെയ്ത പാപങ്ങളിൽ പൂർണ്ണമായി സംതൃപ്തനല്ലായിരുന്ന ഭഗവാൻ ശിവൻ അവരെ അത്ര എളുപ്പത്തിൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് പൂർണ്ണമായി ബോധവാന്മാരാണോ എന്നും അവരുടെ ഭക്തി എത്രത്തോളം കഠിനവും സത്യസന്ധവുമാണെന്നും ഭഗവാൻ ശിവൻ ആഗ്രഹിച്ചിരുന്നു. പാണ്ഡവർ തങ്ങളെ തേടി കാശിയിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ഭഗവാൻ ശിവൻ അവിടെ നിന്നും ആരുമറിയാതെ മാറി നിൽക്കുകയായിരുന്നു. പാപമുക്തി എന്നത് അത്ര എളുപ്പത്തിൽ വെറുതെ ലഭിക്കുന്ന ഒന്നല്ല എന്നും അതിന് കഠിനമായ പ്രായശ്ചിത്തവും പൂർണ്ണമായ സമർപ്പണവും ആവശ്യമാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ്
മഹാദേവൻ അവരിൽ നിന്നും ഒളിച്ചു കളിക്കാൻ തുടങ്ങിയത്. ഈ ദിവ്യമായ പരീക്ഷണമാണ് പിന്നീട് ഭാരതത്തിലെ ഏറ്റവും വലിയ ആത്മീയ ചരിത്രങ്ങളിലേക്ക് വഴി തുറന്നത്. കാശിയിൽ വെച്ച് ഭഗവാൻ ശിവനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പാണ്ഡവർ ഒട്ടും സമയം കളയാതെ ഹിമാലയൻ മലനിരകളിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നു. ഭഗവാൻ ശിവൻ ജനവാസ മേഖലകളിൽ നിന്നും അകന്ന് ഹിമാലയത്തിന്റെ മടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് വ്യാസമുനി മുൻപ് നൽകിയ ചില സൂചനകളിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയത്. അത്യന്തം ദുർഘടമായ കാട്ടുപാതകളും വന്യമൃഗങ്ങൾ നിറഞ്ഞ വനങ്ങളും കഠിനമായ തണുപ്പും നിറഞ്ഞ വഴികളിലൂടെ അവർ യാത്ര തുടർന്നു. ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ ഗർവാൾ ഹിമാലയൻ നിരകളിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ കാലാവസ്ഥയും ഭൂപ്രകൃതിയും വളരെ കഠിനമായി മാറിക്കൊണ്ടിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയെയും ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഉയർന്ന മലനിരകളെയും വകവയ്ക്കാതെ അവർ മുന്നോട്ടു തന്നെ നീങ്ങി. ഗർവാൾ മലനിരകളുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ പച്ചപ്പുൽമേടുകൾ നിറഞ്ഞ താഴ്വരയിൽ വെച്ചാണ് പാണ്ഡവർ തങ്ങളുടെ ലക്ഷ്യത്തിന് തൊട്ടരികിൽ എത്തിച്ചേർന്നത്. അവരവിടെ എത്തുമ്പോൾ നിരവധി മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന വലിയൊരു കൂട്ടം കാണാനിടയായി. ഈ മൃഗങ്ങളുടെ കൂട്ടത്തിൽ അസാധാരണമായൊരു ചൈതന്യമുള്ള വലിയൊരു കാളയെ ഭീമൻ കാണാനിടയായി. മറ്റു മൃഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു കാന്തിയും ഗാംഭീര്യവും ആ ജീവിയിൽ പ്രകടമായിരുന്നു. തന്റെ ജ്ഞാനവും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ച ഭീമൻ ആ മൃഗക്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, തങ്ങളെ പരീക്ഷിക്കാനായി കാളയുടെ രൂപം ധരിച്ച ഭഗവാൻ ശിവൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. ഭഗവാൻ ശിവനെ പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് മനസ്സിലാക്കിയ ഭീമാകാരനായ ഭീമൻ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. തന്റെ ഭീമാകാരമായ ശരീരം കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് ഭീമൻ 2 വലിയ മലനിരകൾക്ക് മുകളിലായി കാലുകൾ അകറ്റിവച്ച് നിലയുറപ്പിച്ചു. അതിനുശേഷം മറ്റു പാണ്ഡവർ ചേർന്ന് ആ താഴ്വരയിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും ഭീമന്റെ കാലുകൾക്കിടയിലൂടെ കടന്നുപോകാൻ തക്കവണ്ണം അങ്ങോട്ട് ഓടിച്ചുവിട്ടു. ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ സാധാരണ മൃഗങ്ങളും ഭീമന്റെ ഭീമാകാരമായ രൂപം കണ്ട് ഭയന്ന് അദ്ദേഹത്തിന്റെ കാലുകൾക്കിടയിലൂടെ ഓടിപ്പോയി. എന്നാൽ ആ കാളരൂപം മാത്രം ഭീമന്റെ കാലുകൾക്കിടയിലൂടെ കടന്നുപോകാൻ വിസമ്മതിച്ചുകൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിച്ചു. ആ കാള ഭീമന്റെ കാലുകൾക്കിടയിലൂടെ കടന്നുപോകാൻ വിസമ്മതിച്ചതോടെ ഭീമൻ തന്റെ നിഗമനം 100% ശരിയാണെന്നുറപ്പിച്ചു. ഭഗവാൻ ശിവൻ തന്നെയാണ് ഈ രൂപത്തിൽ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പാണ്ഡവർ എല്ലാവരും മനസ്സിലാക്കി. തന്റെ രഹസ്യം അവർ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ കാളരൂപത്തിലുള്ള ഭഗവാൻ ശിവൻ അവിടെ നിന്നും വേഗത്തിൽ രക്ഷപ്പെടാൻ ശ്രമം തുടങ്ങി. എന്നാൽ തന്റെ അസാധാരണമായ കരുത്തുപയോഗിച്ച് ഭീമൻ ആ കാളയെ തടഞ്ഞു നിർത്താൻ മുന്നോട്ടു കുതിച്ചു. പ്രകൃതിയെപ്പോലും വിറപ്പിച്ചു നിർത്തിയ ഒരു വലിയ പോരാട്ടമാണ് പിന്നീട് ആ താഴ്വരയിൽ നടന്നത്. ഭീമൻ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ കാളരൂപത്തിലുള്ള ഭഗവാൻ ശിവൻ ഭൂമിക്കടിയിലേക്ക് താണുപോകാൻ തുടങ്ങി. തന്റെ മുന്നിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനാവുന്നത് കണ്ട് ഒട്ടും സമയം കളയാതെ ഭീമൻ അതിവേഗത്തിൽ പ്രവർത്തിച്ചു. ഭൂമിയിലേക്ക് താണുപോകൊണ്ടിരുന്ന ആ കാളയുടെ മുതുകിലെ ഉയർന്ന ഭാഗത്ത് ഭീമൻ തന്റെ ശക്തമായ കൈകൾ കൊണ്ട് ബലമായി പിടിച്ചുവച്ചു. കാളകളുടെ കഴുത്തിന് തൊട്ടുപിന്നിലായി സാധാരണ കാണുന്ന ഈ ഉയർന്ന ഭാഗത്തെയാണ് നമ്മൾ കൂൻ അല്ലെങ്കിൽ പൂഞ്ഞ് എന്ന് വിളിക്കുന്നത്. അസാധാരണമായ കരുത്തുള്ള ഭീമന്റെ ഈ ശക്തമായ പിടുത്തത്തിൽ നിന്നും കുതറിമാറാൻ ആ കാളരൂപത്തിന് സാധിച്ചില്ല. ഭീമന്റെ ഈ അചഞ്ചലമായ നിശ്ചയദാർഢ്യവും കഠിനമായ പരിശ്രമവുമാണ് ഒടുവിൽ ആ വലിയ ആത്മീയ ദൗത്യത്തിൽ നിർണായക വഴിത്തിരിവായി മാറിയത്. തന്റെ പൂഞ്ഞിൽ പിടിച്ചുകൊണ്ടുള്ള ഭീമന്റെ ഈ അസാധാരണമായ ഭക്തിയും പാണ്ഡവർ തങ്ങളെ കാണാൻ സഹിച്ച കഷ്ടപ്പാടുകളും കണ്ടപ്പോൾ ഭഗവാൻ ശിവൻ അതീവ പ്രസന്നനായി മാറി. അവരുടെ മനസ്സിലെ പശ്ചാത്താപവും പ്രാർത്ഥനയും സത്യസന്ധമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് അവിടെ പ്രകാശമാനമായ രൂപത്തിൽ ദർശനം നൽകിയ ഭഗവാൻ ശിവൻ പാണ്ഡവർക്ക് ഭാരമായിരുന്ന എല്ലാ ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി നൽകി അനുഗ്രഹിച്ചു. താൻ ഭൂമിക്കടിയിലേക്ക് താണുപോയപ്പോൾ തന്റെ ശരീരത്തിന്റെ അവശേഷിച്ച പൂഞ്ഞിന്റെ ഭാഗം ഇന്നും ആ മണ്ണിൽ നിലനിർത്താൻ ഭഗവാൻ ശിവൻ തീരുമാനിച്ചു. ഈ വലിയ ശിലാഭാഗമാണ് ഇന്നും കേദാർനാഥ് ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായി ഭക്തർ ആരാധിച്ചു വരുന്നത്. കേദാർനാഥിലെ ഈ സംഭവത്തോടെ ബന്ധപ്പെടുത്തിയാണ് പിന്നീട് പഞ്ചകേദാരങ്ങളുടെ ഐതിഹ്യം ഭാരതത്തിൽ രൂപപ്പെടുന്നത്. ഭീമൻ പിടിച്ചുവച്ചപ്പോൾ കാളരൂപത്തിലുള്ള ഭഗവാൻ ശിവന്റെ മറ്റു ശരീരഭാഗങ്ങൾ ഹിമാലയത്തിലെ മറ്റ് 4 സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ കൈകൾ തുംഗ്നാഥിലും, മുഖത്തിന്റെ ഭാഗം രുദ്രനാഥിലും, വയറിന്റെ ഭാഗം മധ്യമ മഹേശ്വറിലും, ജടയുടെ ഭാഗം കൽപേശ്വറിലും ദൃശ്യമായി. ഈ 5 പുണ്യസ്ഥലങ്ങളെയും ചേർത്താണ് നമ്മളിന്ന് പഞ്ചകേദാർ എന്ന് വിളിക്കുന്നത്. ഈ 5 സ്ഥലങ്ങളിലും ഭക്തർ വലിയ ഭക്തിയോടെയാണ് തീർത്ഥാടനം നടത്തുന്നത്. പാപമോചനം ലഭിച്ചതിനു ശേഷം അതീവ കൃതജ്ഞതയോടെ പാണ്ഡവർ മഹാദേവന് പ്രണാമമർപ്പിച്ചു. ഭഗവാൻ തങ്ങൾക്ക് ദർശനം നൽകിയ ആ പവിത്രമായ മണ്ണിൽ ഇനിയുള്ള തലമുറകൾക്ക് ആരാധിക്കാൻ വേണ്ടി അവർ വലിയൊരു സ്മാരകം പണിയാൻ ആഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായി പ്രാദേശിക വിശ്വാസപ്രകാരം
പാണ്ഡവർ ഇവിടെ ആദ്യമായി ഒരു ചെറിയ കല്ലുകൊണ്ടുള്ള ക്ഷേത്രം സ്ഥാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അവിടെ ഈ ത്രികോണാകൃതിയിലുള്ള ശിലയെ പൂജിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ശിഷ്ടകാല ജീവിതം ആത്മീയമായി നയിച്ചു. പാണ്ഡവർ സ്ഥാപിച്ച ആ ചെറിയ കോവിലിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. പാണ്ഡവർ തങ്ങളുടെ സ്വർഗാരോഹണ യാത്രയ്ക്കായി ഹിമാലയൻ മലനിരകളിലേക്ക് മറഞ്ഞതിനുശേഷം കാലത്തിന്റെ കുത്തൊഴുക്കിൽ കേദാർനാഥ് താഴ്വരയും പുണ്യക്ഷേത്രവും ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്നും മാഞ്ഞുപോയി. വർഷങ്ങളോളം നീണ്ടുനിന്ന കഠിനമായ ഹിമപാതങ്ങളും വലിയ പ്രകൃതി ദുരന്തങ്ങളും താഴ്വരയിലെ ജനവാസമില്ലാത്ത കഠിനമായ കാലാവസ്ഥയും പാണ്ഡവർ സ്ഥാപിച്ച ആദ്യത്തെ ആരാധനാകേന്ദ്രം പതുക്കെ മണ്ണിലും മൂടപ്പെടാൻ തുടങ്ങി. തലമുറകൾ കടന്നുപോയപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളോ പാതകളോ സാധാരണ ജനങ്ങൾക്ക് അജ്ഞാതമായി മാറി. ഭാരതത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെട്ട ആ കാലഘട്ടത്തിലാണ് സനാതനധർമ്മത്തിന്റെ പുനരുത്ഥാനത്തിനും ആത്മീയ ഐക്യത്തിനുമായി ഒരു മഹാത്മാവ് അവതരിക്കുന്നത്. 8ാം നൂറ്റാണ്ടിൽ ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും ഭാരതത്തിന്റെ ആത്മീയ വഴിവിളക്കുകളെ വീണ്ടെടുക്കാനുമായി കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു സന്യാസി തന്റെ ദൗത്യം ആരംഭിക്കുകയായിരുന്നു. കേരളത്തിലെ പെരിയാർ നദിക്കരയിലുള്ള കാലടി എന്ന പുണ്യഭൂമിയിലാണ് ആദിശങ്കരൻ അഥവാ ആദിശങ്കരാചാര്യ ജനിക്കുന്നത്. അസാധാരണമായ ബുദ്ധിവൈഭവവും ചെറുപ്രായത്തിൽ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമുള്ള അഗാധമായ പാണ്ഡിത്യവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ ഇല്ലാതാക്കാനും ഭിന്നിച്ചു നിന്ന ദർശനങ്ങളെ ഏകീകരിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. വളരെ ചെറുപ്രായത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കാൽനടയായി ഭാരതം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി. ഭാരതത്തിന്റെ 4 അതിർത്തികളിലായി 4 പ്രധാന മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ആത്മീയ സാമ്രാജ്യത്തിന്റെ അതിരുകൾ നിർണയിച്ചു. തന്റെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യങ്ങളിലൊന്നായി ഹിമാലയൻ പുണ്യഭൂമികളുടെ പുനരുത്ഥാനത്തെ കണ്ട അദ്ദേഹം വടക്കൻ മലനിരകളിലെ നിഗൂഢമായ ആത്മീയ കേന്ദ്രങ്ങൾ തേടി യാത്ര തിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആത്മീയ യാത്രയുടെ ഭാഗമായി ആദിശങ്കരാചാര്യ ഉത്തരഭാരതത്തിലെ അതീവ ദുർഘടമായ ഹിമാലയൻ പർവ്വതനിരകളിലേക്ക് പ്രവേശിച്ചു. അക്കാലത്ത് ശരിയായ പാതകളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഹിമാലയൻ കാടുകളിലൂടെയും കുത്തനെയുള്ള മലയിടുക്കുകളിലൂടെയുമുള്ള യാത്ര അത്യന്തം അപകടകരമായിരുന്നു. വന്യജീവികളുടെ ശല്യവും പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും കഠിനമായ തണുപ്പും നേരിട്ടുകൊണ്ട് അദ്ദേഹം തന്റെ അനുയായികളോടൊപ്പം മുന്നോട്ടു നീങ്ങി. ഭഗവാൻ ശിവന്റെ സാന്നിധ്യം തുടിക്കുന്ന കേദാർനാഥ് എന്ന താഴ്വരയിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത് അവിടുത്തെ വായുവിൽ പോലുമുണ്ടായിരുന്ന വലിയ ആത്മീയ ഊർജമായിരുന്നു. അളക്കനന്ദ നദിയുടെയും മന്ദാകിനി നദിയുടെയും തീരങ്ങളിലൂടെയുള്ള ദുർഘടമായ യാത്രയ്ക്കൊടുവിൽ അവസാനം അദ്ദേഹം മഞ്ഞ് മൂടിക്കിടന്ന ആ വിശുദ്ധ താഴ്വരയിൽ വന്നെത്തി. കേദാർനാഥ് താഴ്വരയിലെത്തിയ ആചാര്യൻ അവിടെ പാണ്ഡവർ ആരാധിച്ചിരുന്ന ഭഗവാൻ ശിവന്റെ പുണ്യശില തകർന്നടിഞ്ഞ നിലയിൽ കണ്ടെത്തുകയാണുണ്ടായത്. നൂറ്റാണ്ടുകളായി മനുഷ്യസ്പർശമേൽക്കാതെ കിടന്ന ആ പ്രദേശം പൂർണ്ണമായും കാട്ടുചെടികളാലും മൺകൂനകളാലും മൂടപ്പെട്ടിരുന്നു. പ്രകൃതിയുടെ കടുത്ത ആക്രമണങ്ങൾക്കിടയിലും ഭഗവാൻ ശിവന്റെ പവിത്രമായ ത്രികോണശിലയ്ക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. ഈ വിശുദ്ധ ഭൂമിയുടെ ആത്മീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ആചാര്യൻ അവിടെ ഭക്തർക്ക് സുരക്ഷിതമായി ആരാധന നടത്താൻ തക്കവണ്ണം വലിയൊരു ക്ഷേത്രം പുനർനിർമ്മിക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ആ പ്രദേശത്തെ വീണ്ടെടുക്കാനും പുതിയൊരു ആരാധനാലയം പടുത്തുയർത്താനുമുള്ള വലിയ ദൗത്യത്തിന് തുടക്കം കുറിച്ചു. പ്രചാരത്തിലുള്ള ശക്തമായ വിശ്വാസപ്രകാരം ആദിശങ്കരാചാര്യരാണ് ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിച്ചതെന്നും പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്നും കരുതപ്പെടുന്നു. ചരിത്രകാരന്മാർക്കിടയിൽ ഈ ശിലാക്ഷേത്രത്തിന്റെ കൃത്യമായ നിർമ്മാണ തീയതിയെക്കുറിച്ചും നിർമ്മാതാവിനെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ശങ്കരാചാര്യരുടെ പേര് ഈ ക്ഷേത്രവുമായി ഒഴിച്ചുകൂടാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. വരും തലമുറകൾക്ക് വലിയൊരു പ്രത്യാശയും ആത്മീയ കരുത്തും പകരാൻ ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. കഠിനമായ മഞ്ഞുകാലത്തെയും ഭൂകമ്പങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം വളരെ ശക്തമായൊരു രൂപകൽപ്പനയിലാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തെ വിഭാവനം ചെയ്തത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വലിയ കല്ലുകൾ പരസ്പരം ചേർത്തുറപ്പിച്ച പുരാതന ശില്പശൈലിയാണ് ക്ഷേത്രനിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൂരെയുള്ള കരിങ്കൽ മടകളിൽ നിന്ന് ഭീമാകാരമായ വലിയ ചാരനിറത്തിലുള്ള ശിലകൾ മനുഷ്യപ്രയത്നം കൊണ്ടു മാത്രം മലമുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. സിമന്റോ മറ്റ് ചാന്തുകളോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ കല്ലുകൾ കൃത്യമായ അളവിൽ വെട്ടിയൊതുക്കി
പരസ്പരം ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഭിത്തികൾ പണിതുയർത്തിയത്. ഈ പുരാതന നിർമ്മാണ വൈദഗ്ധ്യം പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ക്ഷേത്രത്തെ സഹായിച്ചു. ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം വലിയൊരു ഗോപുരത്താൽ അലങ്കരിക്കപ്പെടുകയും ഗർഭഗൃഹം കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തുകൊണ്ട് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശിലാഘടന അദ്ദേഹം പൂർത്തിയാക്കി. ക്ഷേത്രത്തിന്റെ ഭൗതികമായ നിർമ്മാണം പോലെ തന്നെ പ്രധാനമായിരുന്നു അവിടുത്തെ നിത്യപൂജകളും ആചാരക്രമങ്ങളും ചിട്ടപ്പെടുത്തുക എന്നത്. തെക്കേ ഭാരതവും വടക്കേ ഭാരതവും തമ്മിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ ഐക്യം സ്ഥാപിക്കുന്നതിനായി ആദിശങ്കരാചാര്യർ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്നു. കർണാടകത്തിലെ വീരശൈവ ലിംഗായത്ത് പാരമ്പര്യം പിന്തുടരുന്ന സന്യാസിമാരെയാണ് അദ്ദേഹം അവിടുത്തെ പൂജാകർമ്മങ്ങൾക്കായി നിയോഗിച്ചത്. ഇവർ റാവൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭാരതത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ കിടക്കുന്ന പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാനും സനാതനധർമ്മത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും ഈ തീരുമാനം വഴി അദ്ദേഹത്തിന് സാധിച്ചു. റാവൽ പുരോഹിതന്മാർ കർണാടകത്തിലെ വീരശൈവ പാരമ്പര്യത്തിൽ നിന്നുള്ളവരാണ്. എങ്കിലും പൂജകൾ പ്രധാനമായും സംസ്കൃത ആചാരക്രമങ്ങളനുസരിച്ചാണ് നടക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ പൂജാവിധികളും ശ്ലോകങ്ങളും അതീവ പവിത്രതയോടെയും കൃത്യതയോടെയുമാണ് ഇന്നും നിർവഹിക്കപ്പെടുന്നത്. റാവൽ പുരോഹിതൻ നേരിട്ട് ഗർഭഗൃഹത്തിൽ പൂജ ചെയ്യാറില്ല. പകരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിയമിക്കപ്പെടുന്ന പൂജാരിമാരാണ് അവിടുത്തെ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്ന ഈ ആചാരക്രമങ്ങൾ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. ഈ പൂജാക്രമങ്ങൾ ഭൗതിക ലോകത്തിനപ്പുറമുള്ള ഒരു വലിയ പ്രശാന്തത ഭക്തർക്ക് സമ്മാനിക്കുന്നു. ഹിമാലയത്തിലെ ശൈത്യകാലത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ ആചാര്യൻ ക്ഷേത്രത്തിലെ ആരാധനയ്ക്ക് കൃത്യമായൊരു കലണ്ടർ രൂപീകരിച്ചുണ്ടായി. ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ കഠിനമായ മഞ്ഞുവീഴ്ച തുടങ്ങുമ്പോൾ കേദാർനാഥ് താഴ്വര പൂർണ്ണമായും മഞ്ഞിൽ മൂടിപ്പോകും. അത്തരം സമയങ്ങളിൽ മനുഷ്യർക്ക് അവിടെ തുടരുക സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ കാലയളവിൽ ഭഗവാന്റെ പ്രതിഷ്ഠാവിഗ്രഹം താഴെയുള്ള ഉഖിമത് എന്ന സ്ഥലത്തേക്ക് മാറ്റാൻ വ്യവസ്ഥ ചെയ്തു. 6 മാസക്കാലം താഴെയുള്ള താഴ്വരയിലും ബാക്കി 6 മാസക്കാലം മലമുകളിലും പൂജ നടത്തുന്ന ഈ ക്രമീകരണം ഇന്നും ഒരു മുടക്കുമില്ലാതെ ഭക്തർ പാലിച്ചു പോരുന്നുണ്ട്. ആദിശങ്കരാചാര്യരുടെ ഈ പ്രവർത്തനങ്ങൾ കേദാർനാഥിനെ വെറുമൊരു പ്രാദേശിക ആരാധനാലയം എന്നതിൽ നിന്നും ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള യോഗികളും സന്യാസികളും സാധാരണക്കാരും ഈ പവിത്രഭൂമി തേടി വരാൻ തുടങ്ങി. പ്രകൃതിയുടെ കഠിനമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അക്കാലത്ത് ഭക്തർ ഈ മലനിരകൾ കയറിയത് ആത്മീയമായ പരമസാക്ഷാത്കാരം ലക്ഷ്യമിട്ടാണ്. കേദാർനാഥ് എന്നാൽ വെറുമൊരു വഴിപാടല്ല, മറിച്ച് മനസ്സിന്റെയും ശരീരത്തിന്റെയും വലിയൊരു സമർപ്പണമാണെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. തന്റെ 32ാമത്തെ വയസ്സിൽ ഭാരതത്തിൽ തനിക്ക് ചെയ്യേണ്ടിയിരുന്ന എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം ആദിശങ്കരാചാര്യർ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഭഗവാൻ ശിവന്റെ സാന്നിധ്യമുള്ള ഈ കേദാർനാഥ് താഴ്വരയായിരുന്നു. ഇവിടുത്തെ ശാന്തവും പ്രകൃതിരമണീയവുമായ അന്തരീക്ഷത്തിൽ വെച്ച് അദ്ദേഹം തന്റെ മഹാസമാധിയിലേക്ക് പ്രവേശിച്ചു. തന്റെ ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് സനാതനധർമ്മത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തവയായിരുന്നു. ഭാരതത്തിന്റെ ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തേജസ്സുകളിലൊന്നായി അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിയുടെ വലിയ ഭാവമാറ്റങ്ങളും ഹിമാലയൻ മലനിരകളിൽ സാധാരണമാണെങ്കിലും 2013 ജൂൺ മാസത്തിൽ ഉത്തരാഖണ്ഡ് മലനിരകളിൽ സംഭവിച്ചത് ചരിത്രത്തിൽ ഇന്നേവരെ രേഖപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു മഹാവിപത്തായിരുന്നു. തീർത്ഥാടന സീസൺ അതിന്റെ പൂർണ്ണമായ സജീവതയിൽ നിൽക്കുന്ന സമയത്താണ് പ്രകൃതി തന്റെ രൗദ്രഭാവം പുറത്തെടുത്തത്. ഒരു വലിയ ആത്മീയ അനുഭൂതി തേടി ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് തീർത്ഥാടകർ ആ താഴ്വരയിൽ ഒത്തുചേർന്ന ആ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ച് ആർക്കും യാതൊരുവിധ സൂചനകളും ലഭിച്ചിരുന്നില്ല. സാധാരണയായി ശാന്തമായി ഒഴുകിയിരുന്ന നദികളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും പെട്ടെന്ന് തന്നെ സർവനാശം വിതയ്ക്കുന്ന ഒന്നായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. 2013 ജൂൺ 16-ാം തീയതിയോടെ ഉത്തരാഖണ്ഡ് മലനിരകളിൽ അതിശക്തമായ മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവുകയുണ്ടായി. സാധാരണയായി ലഭിക്കുന്ന മഴയുടെ 100-ലധികം ഇരട്ടി ശക്തിയിലാണ് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രദേശത്ത് കനത്ത മഴ പെയ്തിറങ്ങിയത്. കേദാർനാഥ് ക്ഷേത്രത്തിന് തൊട്ടുമുകളിലായി സ്ഥിതി ചെയ്യുന്ന ചോറാബരി ഗ്ലേഷ്യർ എന്ന വലിയ മഞ്ഞുപാളിക്ക് സമീപമുള്ള തടാകം ഈ കനത്ത മഴയിൽ അതിവേഗം വെള്ളത്താൽ നിറയാൻ തുടങ്ങി. മണ്ണും ഹിമപാളികളും നിരന്തരമായി വന്നു വീണതോടെ ആ തടാകത്തിന്റെ സ്വാഭാവികമായ അതിരുകൾ തകരുകയും ദശലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം ഒറ്റയടിക്ക് താഴേക്കൊഴുകാൻ തുടങ്ങുകയും ചെയ്തു. പ്രകൃതിയുടെ ഈ വലിയൊരു ഭാവമാറ്റം താഴ്വരയെ മുഴുവൻ വിറപ്പിച്ചു നിർത്തിയ നിമിഷങ്ങളായിരുന്നു അത്.
ഇത്രയും വലിയ ജലപ്രവാഹത്തെ താങ്ങാൻ ആ കുന്നിൻ ചെരുവുകൾക്ക് സാധിക്കുമായിരുന്നില്ല. മുകളിലെ തടാകത്തിൽ നിന്ന് അതിശക്തമായി കുതിച്ചെത്തിയ ജലപ്രവാഹം കേദാർനാഥ് താഴ്വരയിലൂടെ ഒഴുകുന്ന മന്ദാകിനി നദിയെ നിമിഷനേരം കൊണ്ട് കരകവിഞ്ഞൊഴുക്കുകയുണ്ടായി. കനത്ത മണ്ണും ചെളിയും ഭീമാകാരമായ പാറക്കല്ലുകളും മരങ്ങളും വൻതോതിൽ വഹിച്ചുകൊണ്ടാണ് ഈ പ്രളയജലം മലമുകളിൽ നിന്ന് താഴേക്ക് കുതിച്ചെത്തിയത്. സാധാരണയായി ശാന്തമായി ഒഴുകിയിരുന്ന മന്ദാകിനി നദി നിമിഷനേരം കൊണ്ട് സർവനാശം വിതയ്ക്കുന്ന ഒരു മഹാപ്രളയമായി മാറി. താഴ്വരയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറിപ്പാർക്കാനോ കൃത്യമായ മുൻകരുതലുകൾ എടുക്കാനോ ഉള്ള സമയം പോലും ലഭിക്കുന്നതിനു മുൻപേ തന്നെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു. മലമുകളിൽ നിന്നും കുതിച്ചുപാഞ്ഞെത്തിയ ചെളിവെള്ളം വഴികളും പാലങ്ങളും പൂർണ്ണമായി തകർത്തുകളഞ്ഞു. കേദാർനാഥ് ക്ഷേത്രത്തിനു ചുറ്റുമുണ്ടായിരുന്ന നൂറുകണക്കിന് ഹോട്ടലുകളും ലോഡ്ജുകളും കടകളും നിമിഷനേരം കൊണ്ട് തകർന്നൊഴുക്കിൽപ്പെടുകയാണുണ്ടായത്. വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലും വെറും പേപ്പർ കഷ്ണങ്ങൾ പോലെ തകർന്നടിയുന്ന കാഴ്ച അതീവ ഭയാനകമായിരുന്നു. മലമുകളിൽ നിന്നൊഴുകിയെത്തിയ കൂറ്റൻ ശിലകൾ കെട്ടിടങ്ങളുടെ ഭിത്തികളെ തകർത്ത് തരിപ്പണമാക്കി. ഒരു വലിയ ആധുനിക നഗരം പോലെ വികസിച്ചുകൊണ്ടിരുന്ന കേദാർനാഥ് ടൗൺഷിപ്പ് മുഴുവൻ മണിക്കൂറുകൾക്കുള്ളിൽ വലിയൊരു അവശിഷ്ട കൂമ്പാരമായി മാറി. ഈ മഹാദുരന്തത്തിന്റെ ശക്തിയേറിയ പ്രവാഹം നേരിട്ട് പതിക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേദാർനാഥ് ക്ഷേത്രത്തിന് നേരെയായിരുന്നു. മനുഷ്യൻ നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളെല്ലാം ആ പ്രളയത്തിൽ നിഷ്പ്രഭമായി മാറുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. മണ്ണും ചെളിയും കല്ലുകളും കലർന്ന ഈ അതിശക്തമായ വെള്ളപ്പാച്ചിൽ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പുറം ചുമരുകളിലേക്ക് നേരിട്ട് വന്നിടിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അവിടെ രൂപപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടവും ഗർഭഗൃഹവും ഈ ഭീകരമായ ജലപ്രവാഹത്തിന്റെ നേർരേഖയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇത്രയും വലിയൊരു മർദ്ദം നേരിട്ടു വന്നടിച്ചാൽ പുരാതനമായ ഈ ശിലാക്ഷേത്രത്തിന്റെ അടിത്തറ ഇളകാനും ക്ഷേത്രം പൂർണ്ണമായി തകരാനും വലിയ സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ ഈ കഠിനമായ പ്രതിസന്ധിക്കിടയിലാണ് ചരിത്രത്തെയും മനുഷ്യചിന്തകളെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ഭൗമശാസ്ത്ര സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത്. പ്രകൃതിയുടെ വിനാശകരമായ ശക്തിയും ക്ഷേത്രത്തിന്റെ അതിജീവനവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു അത്. മഹാപ്രളയം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മലമുകളിൽ നിന്നൊഴുകിയെത്തിയ വലിയ ഭാരമേറിയ കൂറ്റൻ ശിലകളിലൊന്ന് ക്ഷേത്രത്തിന് തൊട്ടു പിന്നിലായി വന്ന് നിലയുറപ്പിക്കുകയുണ്ടായി. പ്രളയം വിട്ടൊഴിഞ്ഞതിനു ശേഷം ക്ഷേത്രത്തിന് തൊട്ടു പിന്നിൽ കാണപ്പെട്ട ഈ ഭീമൻ പാറയെ പിന്നീട് ഭക്തർ ഭീംശില എന്ന പേരിൽ ആദരവോടെ വിളിക്കാൻ തുടങ്ങി. ക്ഷേത്രത്തിന്റെ പ്രധാന നിർമ്മിതിയോളം തന്നെ വീതിയും ഉയരവുമുള്ള ഒരു ഭീമൻ ശിലയായിരുന്നു അത്. കനത്ത പ്രളയജലത്തിന്റെ ശക്തിയിൽ ഒഴുകിവന്ന ഈ പാറക്കല്ല് ക്ഷേത്രത്തിന്റെ പുറം ഭിത്തിക്ക് കേടുപാടുകൾ വരുത്താത്ത രീതിയിൽ കൃത്യമായ ഒരകലത്തിൽ അവിടെ ഉറച്ചു നിൽക്കുകയാണുണ്ടായത്. ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ തക്കവിധത്തിൽ അത് കൃത്യമായ സ്ഥാനത്ത് ഉറച്ചുപോയതെങ്ങനെയെന്നതു വലിയൊരു വിസ്മയമായി ശേഷിക്കുന്നു. ഈ ഭീംശില അവിടെ ഉറച്ചുനിന്നത് ക്ഷേത്രത്തിന്റെ അതിജീവനത്തിൽ നിർണായകമായൊരു പങ്കാണ് വഹിച്ചത്. മലമുകളിൽ നിന്ന് ഒഴുകിയെത്തിയ മറ്റു വലിയ പാറകളും മരങ്ങളും മണ്ണും നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നിടിക്കുന്നതിനു പകരം ഈ വലിയ ശിലയിൽ തട്ടി തടഞ്ഞു നിൽക്കുകയാണുണ്ടായത്. ഒരു വലിയ പരിച പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ശില ക്ഷേത്രത്തിലേക്ക് നേരിട്ടു വരാമായിരുന്ന ആഘാതങ്ങളെ പൂർണ്ണമായി പ്രതിരോധിച്ചു നിർത്തി. ക്ഷേത്രത്തിന് നേരെ വന്ന വലിയൊരു ഭീഷണിയാണ് ഈ കല്ലിന്റെ സാന്നിധ്യം മൂലം ഇല്ലാതായി മാറിയത്. ഈ വലിയ പാറ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ മലമുകളിൽ നിന്ന് ഒലിച്ചുവന്ന മറ്റു കൂറ്റൻ ശിലകൾ നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നിടിച്ച് വലിയ തകർച്ചയുണ്ടാക്കുമായിരുന്നു. ഭീംശിലയിൽ തട്ടിനിന്നതോടെ കുതിച്ചെത്തിയ പ്രളയജലം ക്ഷേത്രത്തിന്റെ പുറകിൽ വെച്ച് രണ്ട് പ്രധാന കൈവഴികളായി തിരിഞ്ഞുപോവുകയാണുണ്ടായത്. വലിയൊരു ഭാഗം പ്രളയത്തിന്റെ ഇടതുവശത്തുകൂടിയും ബാക്കി ഭാഗം വലതുവശത്തുകൂടിയും ഒഴിഞ്ഞുപോയി. തന്മൂലം ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്കും പ്രധാന ശിലയിലേക്കും നേരിട്ടുണ്ടാകുമായിരുന്ന വലിയൊരു നാശനഷ്ടമാണ് ഒഴിവാക്കപ്പെട്ടത്. ചുറ്റുമുള്ള സകല കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായിട്ടും ഈ പ്രളയജല വിഭജനം കാരണം കേദാർനാഥ് ക്ഷേത്രം വലിയൊരു നാശത്തിൽ നിന്ന് സുരക്ഷിതമായി നിലകൊള്ളാനിടയായി. വെള്ളത്തിന്റെ ഭീകരമായ വേഗതയെയും ശക്തിയെയും തിരിച്ചുവിട്ടുകൊണ്ട് ഈ ശില ഒരു സുരക്ഷാ കവചമായി അവിടെ നിലകൊണ്ടു. ഈ അതിഭീകരമായ പ്രളയത്തിന്റെ ശക്തിയേറിയ തള്ളിൽ ചുറ്റുമുള്ള എല്ലാ ഘടനകളും പൂർണ്ണമായി ഇല്ലാതായെങ്കിലും കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പ്രധാന ശിലാഘടന അത്ഭുതകരമായി നിലനിന്നു. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ മണ്ഡപത്തിലും ഗർഭഗൃഹത്തിലും വലിയ തോതിൽ പ്രളയച്ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയിരുന്നെങ്കിലും അതിന്റെ അടിത്തറയ്ക്കോ ചുമരുകൾക്കോ യാതൊരു വിധത്തിലുള്ള ഘടനാപരമായ തകരാറുകളും സംഭവിച്ചിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദിശങ്കരാചാര്യർ പുനർനിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ പുരാതന കരിങ്കല്ലുകളുടെ നിർമ്മാണ വൈദഗ്ധ്യം എത്രത്തോളം മികച്ചതായിരുന്നു എന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം.
ക്ഷേത്രത്തിന്റെ ഗോപുരവും ചുറ്റുമതിലും കഠിനമായ പ്രളയത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തലയുയർത്തി നിന്നു. പ്രളയം വിട്ടൊഴിഞ്ഞതിനുശേഷം കേദാർനാഥ് താഴ്വര വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയും തീർത്ഥാടനം പുനരാരംഭിക്കുകയും ചെയ്തു. ഇന്ന് കേദാർനാഥ് സന്ദർശിക്കുന്ന ഏതൊരു ഭക്തനും ഭഗവാന്റെ പ്രതിഷ്ഠയെ തൊഴുതുവണങ്ങുന്നതുപോലെ തന്നെ അതീവ ഭക്തിയോടെയാണ് ക്ഷേത്രത്തിനു പിന്നിലുള്ള ഭീംശിലയെയും വണങ്ങുന്നത്. പ്രളയകാലത്ത് ക്ഷേത്രത്തെ കാത്തുസൂക്ഷിച്ച ഈ ശില ഇന്നും ആ താഴ്വരയിലെ ഏറ്റവും വലിയ അത്ഭുത കാഴ്ചയായി നിലകൊള്ളുന്നു. ചരിത്രവും ശാസ്ത്രവും വിശ്വാസവും ഒത്തുചേർന്ന ഇത്തരം അതിജീവന കഥകളാണ് കേദാർനാഥിനെ ഇന്നും ലോകത്തിലെ ഏറ്റവും വേറിട്ട ആത്മീയ കേന്ദ്രമാക്കി മാറ്റുന്നത്. ദുരന്തത്തിന്റെ ഭീതിരമായ ഓർമ്മകൾക്കിടയിലും ഈ ശില ജനങ്ങൾക്ക് പ്രത്യാശയുടെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വർഷം തോറും ദശലക്ഷക്കണക്കിനാളുകളാണ് പ്രകൃതിയുടെ അതികഠിനമായ വെല്ലുവിളികളെ അവഗണിച്ചുകൊണ്ട് ഈ വിശുദ്ധഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഭാരതത്തിലെ ഏറ്റവും കഠിനവും ദുർഘടവുമായ തീർത്ഥാടന പാതകളിലൊന്നാണിത്. ഈ താഴ്വരയിലേക്കടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന അതിശക്തമായ തണുപ്പും പർവ്വതങ്ങളുടെ നിശബ്ദതയും ഏതൊരു യാത്രകന്റെയും ഉള്ളിൽ ഭക്തിയുടെയും വിസ്മയത്തിന്റെയും വലിയൊരു ലോകം തുറന്നു നൽകും. കേദാർനാഥിലേക്കുള്ള യഥാർത്ഥ തീർത്ഥാടനയാത്ര ആരംഭിക്കുന്നത് ഗൗരികുണ്ട് എന്നറിയപ്പെടുന്ന പവിത്രമായ സ്ഥലത്തുനിന്നാണ്. ഇവിടെ നിന്നും ഏകദേശം 16 കിലോമീറ്ററിലധികം ദൂരമുള്ള അതികഠിനമായ മലകയറ്റമാണ് ഭക്തർക്ക് പൂർത്തിയാക്കേണ്ടിവരുന്നത്. കുന്നിൻ ചെരിവുകളിലൂടെ കുത്തനെയുള്ള ഇടുങ്ങിയ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉയരം കൂടുന്തോറും വായുവിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞുപോകുന്നത് യാത്രികർക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാക്കാറുണ്ട്. ശ്വാസമെടുക്കാൻ പോലുമുള്ള ഈ പ്രയാസങ്ങൾക്കിടയിലും കനത്ത മഞ്ഞുവീഴ്ചയും പെട്ടെന്നുണ്ടാകുന്ന മഴയും തണുപ്പുമൊക്കെ വകവയ്ക്കാതെ ഭക്തർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മന്ത്രോച്ചാരണങ്ങളോടെ മുന്നോട്ട് നീങ്ങുന്നു. ഈ യാത്രയിലുടനീളം പ്രകൃതി തന്റെ വിഭിന്ന ഭാവങ്ങളാണ് ഭക്തർക്ക് മുന്നിൽ തുറന്നു കാണുന്നത്. പച്ചപ്പു നിറഞ്ഞ വലിയ മലനിരകളും താഴേക്ക് കുത്തിയൊഴുകുന്ന മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും കടന്നുപോകുമ്പോൾ വഴിയുടെ കാഠിന്യം മനസ്സിന്റെ ഭക്തിയാൽ ലഘൂകരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ മിനിറ്റുകൾക്കുള്ളിൽ മാറിമറിയുന്ന ഒന്നാണ്. കടുത്ത വെയിലിൽ നിന്നും പെട്ടെന്ന് ശക്തമായ മഴയിലേക്കും തുടർന്ന് വലിപ്പമേറിയ മഞ്ഞുവീഴ്ചയിലേക്കും ഈ മലനിരകൾ വഴിമാറാം. ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് കിലോമീറ്ററുകൾ നടന്ന് മുകളിലേക്കെത്തുമ്പോൾ കാണുന്ന ക്ഷേത്രത്തിന്റെ ആദ്യ ദർശനം യാത്രയുടെ സകല ക്ഷീണവും തളർച്ചയും ഭക്തരുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുന്നു. വർഷത്തിൽ 6 മാസം മാത്രമേ കേദാർനാഥ് ക്ഷേത്രം സാധാരണ ജനങ്ങൾക്കായി തുറന്നു നൽകുന്നുള്ളൂ. കഠിനമായ ശൈത്യകാലം ആരംഭിക്കുന്നതോടെ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ ഇവിടുത്തെ താപനില 0-ന് താഴേക്ക് പോവുകയും താഴ്വര മുഴുവൻ കനത്ത മഞ്ഞിലും മൂടപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഓരോ വർഷവും ഭാരതീയ ഉത്സവമായ ഭായി ദൂജ് എന്ന വിശുദ്ധ ദിനത്തിലാണ് ക്ഷേത്രത്തിന്റെ നട താൽക്കാലികമായി അടയ്ക്കുന്ന വലിയൊരു ചടങ്ങ് അവിടെ നടക്കുന്നത്. പ്രകൃതിയുടെ കഠിനമായ ഭാവമാറ്റത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ പ്രധാന പൂജാകർമ്മങ്ങൾ വളരെ ഭക്തിപൂർവ്വം അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. നടയടയ്ക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി കേദാർനാഥിലെ പ്രധാന വിഗ്രഹമായ ഉത്സവ് മൂർത്തി ക്ഷേത്രത്തിനുള്ളിൽ നിന്നും വളരെ ആദരവോടെ പുറത്തെടുക്കുന്നു. മനോഹരമായി അലങ്കരിച്ച ഒരു പ്രത്യേക പല്ലക്കിൽ വെച്ച് ഈ പുണ്യവിഗ്രഹം താഴെയുള്ള ഉഖിമഠ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന വലിയൊരു യാത്രയാണിത്. റാവൽ പുരോഹിതന്മാരും നൂറുകണക്കിന് ഭക്തരും ഈ പ്രയാണത്തിൽ പല്ലക്കിനെ അനുഗമിക്കുന്നു. തുടർന്നുള്ള 6 മാസക്കാലം കേദാർനാഥിലെ പ്രതിഷ്ഠയുടെ പൂജകൾ മുടക്കം കൂടാതെ നിർവഹിക്കുന്നത് ഉഖിമഠിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഓംകാരേശ്വര ക്ഷേത്രത്തിലാണ്. വിഗ്രഹം താഴേക്ക് മാറ്റിയതോടെ കേദാർനാഥ് താഴ്വര മനുഷ്യസാന്നിധ്യമില്ലാത്ത ഒരു കഠിനമായ മരവിപ്പിലേക്ക് വഴിമാറുന്നു. ക്ഷേത്രവും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും പൂർണ്ണമായും ഇന്ത്യൻ സേനയുടെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ വലിയ മഞ്ഞിന്റെ സ്വാധീനത്തിലോ ആയിരിക്കും ശേഷിക്കുന്നത്. അതിശക്തമായ കാറ്റും ടണ്ണുകണക്കിന് മഞ്ഞും ക്ഷേത്രഗോപുരത്തെയും ചുറ്റുമതിലിനെയും മൂടുമ്പോഴും ഈ പുരാതന ശിലാനിർമ്മിതി യാതൊരു കോട്ടവും തട്ടാതെ ആ തണുപ്പിൽ നിലകൊള്ളുന്നു. പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ നിസ്സാരനായി മാറുന്ന ഈ 6 മാസക്കാലത്ത് കേദാർനാഥ് താഴ്വര വലിയൊരു ശാന്തതയിലേക്കും നിഗൂഢതയിലേക്കും ലയിക്കുന്നു. ക്ഷേത്രത്തിന്റെ നടയടയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് പൂജാരിമാർ ഗർഭഗൃഹത്തിനുള്ളിൽ ഭഗവാൻ ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി വലിയൊരു നെയ്വിളക്ക് തെളിയിച്ചു വെക്കാറുണ്ട്. മാസങ്ങളോളം മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ യാതൊരുവിധ മനുഷ്യസാന്നിധ്യവുമില്ലാതെ ഈ വിളക്ക് എങ്ങനെ തുടരും എന്നതിനെക്കുറിച്ച് വിഭിന്നമായ ചർച്ചകളാണ് നടക്കാറുള്ളത്. വിശ്വാസികൾ കരുതുന്നത് അടുത്ത 6 മാസക്കാലം മനുഷ്യരില്ലാത്ത ഈ സമയത്ത് അദൃശ്യരായ ശക്തികളും ദേവന്മാരും ക്ഷേത്രത്തിൽ വന്ന് പൂജകൾ ചെയ്യുന്നുണ്ടെന്നാണ്. നട തുറക്കുമ്പോൾ ഈ ദീപവുമായി ബന്ധപ്പെട്ട അത്ഭുതകഥകൾ ഭക്തർക്കിടയിൽ വ്യാപകമായി പ്രചരിക്കാറുണ്ട്. ശൈത്യകാലം അവസാനിക്കുകയും വേനലിന്റെ കടന്നുവരികയും സംഭവിക്കുകയും ചെയ്യുമ്പോൾ, അതായത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിലെ പവിത്രമായ അക്ഷയതൃതീയ ദിനത്തിലാണ് കേദാർനാഥ് ക്ഷേത്രത്തിന്റെ നട വീണ്ടും തുറക്കുന്നത്. താഴെയുള്ള ഉഖിമഠിൽ നിന്നും
ഭഗവാന്റെ ഉത്സവമൂർത്തി വലിയൊരു ഘോഷയാത്രയോടെ മലമുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. പ്രകൃതിയിലെ കഠിനമായ മഞ്ഞുപാളികൾ പതുക്കെ ഉരുകിമാറുന്ന ഈ സമയത്ത് ഭക്തർ വീണ്ടും വലിയ ആവേശത്തോടെ കേദാർനാഥിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. മാസങ്ങളോളം അടഞ്ഞുകിടന്ന ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശംഖനാദവും മന്ത്രോച്ചാരണങ്ങളും താഴ്വരയെ പ്രകമ്പനം കൊള്ളിക്കും. നട തുറക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ക്ഷേത്രത്തിനകം വളരെ വൃത്തിയായും മുൻപ് ചെയ്ത പൂജകളുടെ അവശിഷ്ടങ്ങളോടും കൂടി കാണപ്പെടുന്നു എന്ന തരത്തിലുള്ള പരമ്പരാഗതമായ വിശ്വാസങ്ങൾ ഇന്നും ഭക്തർക്കിടയിൽ സജീവമാണ്. ശാസ്ത്രീയമായി ഇതിന് വ്യക്തമായ വിശദീകരണങ്ങളില്ലെങ്കിലും തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുന്ന ഈ അത്ഭുത വിശ്വാസങ്ങൾ ക്ഷേത്രത്തിന്റെ പവിത്രതയെ കൂടുതൽ ദൃഢമാക്കുന്നു. ഭക്തർ വിശ്വസിക്കുന്നത് 6 മാസത്തിനു ശേഷവും ദീപത്തിന്റെ ദിവ്യസാന്നിധ്യം അവിടെ പ്രകടമായി കാണാൻ സാധിക്കുമെന്നാണ്. ഈ നിഗൂഢമായ വിശ്വാസങ്ങളെ നേരിട്ടറിയാൻ വേണ്ടിയാണ് ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ നട തുറക്കുന്ന ആദ്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിച്ചേരുന്നത്. കേദാർനാഥ് സന്ദർശനമെന്നത് കേവലം കാഴ്ചകൾ കാണലല്ല, മറിച്ച് പ്രകൃതിയുമായി മനുഷ്യന്റെ ആത്മാവ് നടത്തുന്ന ഒരു വലിയ സംവാദമാണ്. മഞ്ഞുമൂടിയ ഹിമാലയൻ കൊടുമുടികളുടെ പശ്ചാത്തലത്തിൽ മണിമുഴക്കങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നടുവിൽ ഈ ക്ഷേത്രത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ ഏതൊരു യാത്രികനും വലിയൊരു ആത്മസംതൃപ്തി അനുഭവപ്പെടും. ശാസ്ത്രം സ്വന്തം നിയമങ്ങളുമായി പ്രകൃതിയെ വിലയിരുത്തുമ്പോൾ ഭക്തർ ഇവിടെയുള്ള ഓരോ ശിലയിലും പ്രകൃതിയുടെ അത്ഭുതങ്ങളിലും ഭഗവാൻ ശിവന്റെ അദൃശ്യമായ സാന്നിധ്യം ദർശിക്കുന്നു. ഇത്തരം അനുഭവങ്ങളാണ് കേദാർനാഥിനെ ലോകത്തിലെ ഏറ്റവും വേറിട്ട ആത്മീയ കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുന്നത്. ശാസ്ത്രീയ നിരീക്ഷണങ്ങളും ആത്മീയ വിശ്വാസങ്ങളും ഒരുപോലെ കടന്നുപോകുന്ന കേദാർനാഥ് ക്ഷേത്രത്തിന്റെ അതിജീവന ചരിത്രം മനുഷ്യരാശിക്ക് വലിയൊരു പാഠമാണ്. പ്രളയങ്ങളോ കാലാവസ്ഥാ വ്യതിയാനമോ തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധം ശക്തമായ അടിത്തറയിൽ പടുത്തുയർത്തിയ പുരാതന നിർമ്മാണ വൈദഗ്ധ്യം ഇന്നും ഒരു വലിയ വിസ്മയമായി ശേഷിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലെ കഠിനമായ പരീക്ഷണങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് കേദാർനാഥ് സുരക്ഷിതമായി നിലകൊള്ളുന്നത് വലിയൊരടയാളമാണ്. ചരിത്രവും ഐതിഹ്യവും ശാസ്ത്രവും ഇവിടെ പരസ്പരം വിരൽ ചൂണ്ടുന്നത് ഈ അതിജീവനത്തിന്റെ അസാധാരണത്വത്തിലേക്ക് തന്നെയാണ്.